Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് പേജ് 25-ലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്തത് ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. Prove that the arithmetic sequence with first term 1/3 and common difference 2/3 contains all odd numbers but no even numbers. Okay, first term 1/3 കോമൺ ഡിഫറൻസ് 2/3 അരിത്തമെറ്റിക് സീക്വൻസിൽ എല്ലാ ഓഡ് നമ്പേഴ്സും ഉണ്ട്, എന്നാൽ ഒറ്റ ഈവൻ നമ്പർ പോലും ഇല്ല എന്നുള്ള ക്വസ്റ്റ്യനാണ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഇനി ഫിഫ്ത്ത് വൺ, പ്രൂവ് ദാറ്റ് ദ സ്ക്വയേഴ്സ് ഓഫ് ഓൾ ദി ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 4, 7, 10 etc. ബിലോങ് ടു ദ സീക്വൻസ്. ഈ 4, 7, 10 etc. എന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേമിൻ്റെ സ്ക്വയർ എടുത്താലും ആ സ്ക്വയറും എവിടെ തന്നെ ഉണ്ടാവും? ഈ സീക്വൻസിൽ തന്നെ ഉണ്ടാവും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, ഓൾ ദ ടേംസ് എന്ന് പറയുന്നുണ്ട്, എല്ലാ ടേംസും. അപ്പോൾ ഈ സീക്വൻസിലുള്ള എല്ലാ ടേംസും എഴുതി അതിലെല്ലാത്തിൻ്റെയും സ്ക്വയേഴ്സ് കണ്ട് അതിലുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അപ്പോൾ ഓൾ ദ ടേംസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഓൾജിബ്രായിക്ക് ഫോം കാണും. ഓക്കെ, xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d എന്നുള്ള ഫോമുല ഉപയോഗിച്ചിട്ട് നമ്മൾ ഓൾജിബ്രായിക്ക് ഫോം കാണും. ഓക്കെ, nth ടേം. ആ nth ടേം എന്തിനെ സൂചിപ്പിക്കുന്നുണ്ട്? ആ സീക്വൻസിലുള്ള എല്ലാ ടേംസിനെയും സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് nth ടേമിൻ്റെ സ്ക്വയർ കാണാം. സ്ക്വയർ കണ്ടിട്ട് നമ്മൾ ആൻസറിലേക്ക് പോവാം. അതാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതാണ് സീക്വൻസ് 4, 7, 10 etc. എന്നുള്ള സീക്വൻസ്. ഈ സീക്വൻസിൽ ഏതൊരു ടേമിൻ്റെ സ്ക്വയർ കണ്ടാലും ആ സ്ക്വയറും ഈ സീക്വൻസിൽ എവിടെയെങ്കിലും നമുക്ക് കാണാം, മുന്നോട്ട് പോകുമ്പോൾ കാണാം എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം എഫ് ഇസ് ഈക്വൽ ടു 4, ദെൻ കോമൺ ഡിഫറൻസ് ഡി ഇസ് ഈക്വൽ ടു 3, 7 - 4 ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടുമല്ലോ. നമ്മൾ nth ടേം കാണുന്നു, xn ഇസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. അപ്പോൾ d 3 ആയതുകൊണ്ട് 3n പ്ലസ് f4 d3, 4 - 3 1 എന്ന് കിട്ടുന്നു, 3n പ്ലസ് 1. അപ്പോൾ xn ഈസ് ഈക്വൽ ടു 3n പ്ലസ് 1. ദിസ് 3n പ്ലസ് 1 റെപ്രസെൻറ്റ്സ് എവറി ടേം ഓഫ് ദ സീക്വൻസ് 4, 7, 10. ദർഫോർ ഇനി നമ്മൾ ഇതിൻ്റെ സ്ക്വയർ കാണാം. ഇതിൻ്റെ സ്ക്വയർ കണ്ടിട്ട് ആ സ്ക്വയറും ഈ സീക്വൻസിലെ ടേമാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എവറി ടേം ഓഫ് ദിസ് സീക്വൻസ് വൈൽ ടേക്കിംഗ് ദെയർ squares, that squares are the terms of the equation arithmetic sequence എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ nth ടേം xn കണ്ടപ്പോൾ നമുക്ക് കിട്ടിയ 3n പ്ലസ് 1 ആണ്. ഈ 3n പ്ലസ് 1 എന്ന് മനസ്സിലാവുന്നത് എന്താണ്? എവറി ടേം ഓഫ് ദി സീക്വൻസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 1 ഓർ 1 മോർ ദാൻ എ മൾട്ടിപ്പിൾ ഓഫ് 3. ഓക്കെ, മൾട്ടിപ്പിൾ ഓഫ് 3യോട് ഒന്നും കൂടെ കൂട്ടിയതാണ് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ എല്ലാ ടേംസും എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 4 എന്ന് പറഞ്ഞാൽ 3 × 1 പ്ലസ് 1 ആണ്. 7 3 × 2 പ്ലസ് 1. 10 എന്നാൽ 3 × 3 പ്ലസ് 1. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 3യോട് ഒന്ന് കൂട്ടിയതാണ് ഈ സീക്വൻസിലുള്ള എല്ലാ ടേംസും. അതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാകുന്നത്, 1 മോർ ദാൻ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ക്വയർ കണ്ടാൽ ആ കിട്ടുന്നത് എന്തായിരിക്കും? എല്ലാ ടേംസിൻ്റെയും സ്ക്വയർ ആയിരിക്കും. ഓക്കെ, സ്ക്വയർ ഓഫ് ദിസ് nth ടേം റെപ്രസെൻറ്റ്സ് ദ സ്ക്വയർ ഓഫ് ഓൾ ദ ടേംസ്. ഓക്കെ, എല്ലാ ടേംസിൻ്റെയും സ്ക്വയറിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ അത് കണ്ടു നോക്കുക, എന്നിട്ട് അതിനും ഈ പ്രത്യേകത ഉണ്ടോ നോക്കുക. അതും 1 മോർ ദാൻ മൾട്ടിപ്പിൾ ഓഫ് 3 ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഓൾ ദ സ്ക്വയേഴ്സ് ആർ ഓൾസോ ദ ടേംസ് ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, അപ്പോൾ all the terms of this arithmetic sequence is 1 more than a multiple of 3. The squares of all the terms can be expressed by 3n plus 1 whole square. അപ്പോൾ 3n plus 1 whole square കാണുന്നു. 3n plus 1 whole square കാണുമ്പോൾ എങ്ങനെയാണ് 3n plus 1 whole square കാണുക എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. x plus y whole square is equal to x square plus 2xy plus y square. ഓക്കെ, ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ x square means square of the first term, y square means square of the second term,
then 2xy means x into y into 2. That means 2 times of the product of x and y. x ഉം y ഉം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ 2 ടൈംസ് എഴുതുക. അതാണ് 2xy. ഇങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ സ്ക്വയർ കാണാം. ഓക്കെ, ഇപ്പോൾ എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ മീൻസ് എക്സിൻ്റെ സ്ക്വയർ. ലാസ്റ്റ് വരുന്നത് ഏതാണ്? 3ൻ്റെ സ്ക്വയർ. ഓക്കെ, നടുവിൽ വരുന്നത് എന്താണ്? എക്സ് ഇൻറ്റു 3 ഇൻറ്റു 2. ഈ ദിസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 3 ഇങ്ങനെ വരിക പ്ലസ് 3 സ്ക്വയർ. ഓക്കെ, therefore this will become what? X square plus 2 into 3 6, 6x plus 3 square is 9. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ ഇങ്ങനെയാണ് കിട്ടുക. പലപ്പോഴും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ് എന്തെന്ന്, എക്സ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് എഴുതി വെക്കും. ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 9 എന്ന് എഴുതും. ദിസ് ഈസ് റോങ്. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ യു വാണ്ട് ടു ഡു ഇൻ ദിസ് മെത്തേഡ്. Okay, x plus y whole square is equal to x square plus 2xy plus y square. Like that you want to expand this one. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ we can find out the square of 3n plus 1. Okay, അപ്പോൾ ഇവിടെ 3n plus 1 whole square. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 3n വന്നിരിക്കുന്നു, വൈൻ്റെ സ്ഥാനത്ത് 1 വന്നിരിക്കുന്നു. അപ്പോൾ എക്സ് സ്ക്വയറിന് പകരം നമ്മൾ എന്ത് എഴുതും? 3n whole square. Okay, then 2 into x into y, that is 2 into 3n into 1, അതാണ് ദിസ് 1. ഓക്കെ, പ്ലസ് ഇവിടെ y വരുമ്പോൾ y സ്ക്വയർ ആണ്, അപ്പോൾ 1 വരുമ്പോൾ 1 സ്ക്വയർ. ഓക്കെ, അതാണ് എക്സ്പാൻഷൻ. പിന്നെ 3n ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് 3n സ്ക്വയർ അല്ല, 3n ഹോൾ സ്ക്വയർ. അതാണ് നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ടത്. ഈ ഫസ്റ്റ് ടേം 3n ആണ്, 3nൻ്റെ സ്ക്വയർ കാണണം, n-ൻ്റെ സ്ക്വയർ മാത്രം കണ്ടാൽ പോരാ. അപ്പോൾ 3n ഹോൾ സ്ക്വയർ മീൻസ് 3ൻ്റെ സ്ക്വയറും n-ൻ്റെ സ്ക്വയറും. 3ൻ്റെ സ്ക്വയർ 9, n-ൻ്റെ സ്ക്വയർ n സ്ക്വയർ. ഓക്കെ, ദെൻ മൾട്ടിപ്ലൈ ദ നമ്പേഴ്സ് ഹിയർ. 2 into 3 into 1, that is 6. Then this n is written. Okay, 1 square is equal to 1. So 9n square plus 6n plus 1 എന്നുള്ളതാണ് 3n plus 1 whole squareൻ്റെ എക്സ്പാൻഷൻ. ഓക്കെ, അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ കണ്ടാൽ നമുക്ക് ഇതാ കിട്ടാം. ഇനി ഈ 9 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3, 6 ഓൾസോ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ നമുക്ക് 3 കോമൺ ഫാക്ടർ ആക്കി എടുക്കുക ഈ രണ്ട് ടേമിനും. Therefore we write 3 as common factor. The rest is written inside the bracket in these two terms. Okay, അപ്പോൾ ഇവിടെ 3 ഇവിടെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരുന്നത് എന്താണ്? 3n സ്ക്വയർ ആണ്. 3 into 3 9, 9n സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ 3 എഴുതി കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് എന്താണ്? 2 ആണ്. ബിക്കോസ് 3 into 2 is equal to 6. അപ്പോൾ ഇവിടെ 2n എന്ന് എഴുതി. അപ്പോൾ 3 into inside the bracket we can write 3n square plus 2n, then plus this one. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? 3 into, therefore this is a multiple of 3. Multiple of 3 plus 1. Okay, that means 1 more than a multiple of 3. അപ്പോൾ എല്ലാ ടേംസിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന nth ടേം ആണിത്. nth ടേമിൻ്റെ സ്ക്വയർ കണ്ടപ്പം അതിനുമുള്ള പ്രത്യേകത എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 1 ഓർ 1 മോർ ദാൻ മൾട്ടിപ്പിൾ ഓഫ് 3. അതുകൊണ്ട് ഏത് നമ്പറിൻ്റെ സ്ക്വയർ കണ്ടാലും, അതായത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേമിൻ്റെ സ്ക്വയർ കണ്ടാലും ആ ടേമും എവിടെ ഉണ്ടാവും? ആ സ്ക്വയറും എവിടെ ഉണ്ടാവും? അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ടേമായി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് തന്നെ എടുക്കുക. ഇപ്പോൾ 4 7 10. ഓക്കെ, 4 7 10 ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോവാം. അപ്പോൾ 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു 16. ഇതിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയാൽ 16 എവിടെയെങ്കിലും വരുമോ നമുക്ക് നോക്കാം. ഓക്കെ, 10 + 3 13, 13 + 3 16. അപ്പോൾ 16 നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഇനി ഇതിങ്ങനെ എഴുതി പോയി കഴിഞ്ഞാൽ somewhere we can find the square of 7. 7 സ്ക്വയർ നമുക്ക് കാണാൻ പറ്റും. സ്ക്വയർ ഓഫ് 10 100 we can see. ഓക്കെ, അപ്പോൾ അത് എല്ലാം എഴുതി നോക്കി എല്ലാത്തിൻ്റെ സ്ക്വയർ കണ്ടിട്ട് അത് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അതുകൊണ്ട് എല്ലാ ടേംസിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന nth ടേം, ദാറ്റ് ഈസ് 3n + 1 എടുത്തുകൊണ്ട് അതിൻ്റെ സ്ക്വയർ നമ്മൾ കാണുന്നു. അതിൻ്റെ സ്ക്വയറിനും ഈ പറഞ്ഞ പ്രത്യേകത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാവുന്നതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്? ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ എല്ലാ ടേംസിൻ്റെയും സ്ക്വയേഴ്സും എന്താണ്? ഈ സീക്വൻസിലെ ടേംസ് തന്നെയാണ്. ഓക്കെ, ദിസ് ഈസ് 1 മോർ ദാൻ എ മൾട്ടിപ്പിൾ ഓഫ് 3. therefore squares of all the terms belong to the sequence. Okay, next we can move to the next question. That is question number 7. അപ്പോൾ question number 5 കഴിഞ്ഞാൽ വേണ്ടത് ഏതാണ്? question number 6 ആണ്. question 6 ആണ്. why do select 7 and why we don't consider 6? that I'll tell you. Okay, എന്തുകൊണ്ടാണ്
6 നമ്മൾ പരിഗണിക്കാത്തതെന്നും 7 പരിഗണിക്കുന്നതും കൂടെ ഞാൻ പറയാം. പ്രൂവ് ദാറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 5, 8, 11 etc. കണ്ടെയ്ൻസ് നോ പെർഫെക്റ്റ് സ്ക്വയർസ്. ഇതിങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആ സീക്വൻസിൽ എവിടെയും പെർഫെക്റ്റ് സ്ക്വയർസ് ഒറ്റൊന്നും കാണാൻ പറ്റില്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ കുറേ എക്സ്പ്ലെയിൻ ചെയ്യണം, കുറേ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സംഗതിയല്ല ഇതിൻ്റെ പ്രൂഫ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനെടുത്താൽ കുറേ സമയം പോകുന്നുള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ് ഈസ് നോട്ട് ഡിസ്കസ്ഡ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സൊക്കെ ഫിനിഷ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ വിൽ ഡിസ്കസ് ദിസ് വൺ. അതല്ലെങ്കിൽ ആഫ്റ്റർ ഓപ്പണിംഗ് ദ സ്കൂൾ വിൽ ഡിസ്കസ് ഇൻ ദ ക്ലാസ്. ഓക്കെ, അവിടെ 6th വൺ നമ്മൾ ചെയ്യുന്നില്ല, അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ 7th വണ്ണിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. റൈറ്റ് ദ ഹോൾ നമ്പേഴ്സ് ഇൻ ദ അരിത്തമെറ്റിക് സീക്വൻസസ് 11/8, 14/8, 17/8 etc. ഡു ദേ ഫോം എൻ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ ഇവിടെ 11/8, 14/8, 17/8 എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഹോൾ നമ്പർ അല്ല. ഓക്കെ, എന്താണ് ഹോൾ നമ്പറും അല്ലാത്ത നമ്പറും നമ്മൾ വ്യത്യാസം? ഈ ഫ്രാക്ഷന് നമ്മളിപ്പോൾ 11 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 1 പോയിൻറ്റ് സംതിങ് എന്ന് കിട്ടും. ഓക്കെ, 14 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 1 പോയിൻറ്റ്. ഓക്കെ, 17/8 എന്ന് പറഞ്ഞാൽ 2 പോയിൻറ്റ് എന്ന് കിട്ടും. അപ്പോൾ ഒരിക്കലും ഹോളല്ല, ഒരു കംപ്ലീറ്റ് നമ്പർ അല്ല. ഓക്കെ, നമ്പർ പ്ലസ് സംതിങ്, അതാണ് പോയിൻ്റ് വരുമ്പോൾ അങ്ങനെയാണല്ലോ. അതേ സ്ഥാനത്ത് എല്ലാ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അതെല്ലാം ഹോൾ നമ്പേഴ്സാണ്. 1 2 3 4 etc. ഒക്കെ ഹോൾ നമ്പേഴ്സാണ്. 0യെ കുറിച്ചും നമുക്ക് ഹോൾ നമ്പർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത്തരം നമ്പേഴ്സാണ്, അത് പോയിൻ്റ് ഒന്നും വരാത്ത നമ്പേഴ്സ്. ഓക്കെ, റൈറ്റ് ദ ഹോൾ നമ്പേഴ്സ് ഇൻ ദ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ ഈ സീക്വൻസിലുള്ള ഹോൾ നമ്പേഴ്സ് നമ്മൾ കണ്ടെത്തണം. ഡു ദ ഫോം എൻ അരിത്തമെറ്റിക് സീക്വൻസ്. അങ്ങനെ നമുക്ക് ഹോൾ നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞതെല്ലാം എഴുതി നോക്കിയാൽ അതൊരു അരിത്തമെറ്റിക് സീക്വൻസായി മാറുമോ എന്നാണ് ചോദ്യം. ഓക്കെ, സോ വി ക്യാൻ ഡിസ്കസ് ദാറ്റ് വൺ. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? റൈറ്റ് ദ ഹോൾ നമ്പേഴ്സ് ഇൻ ദ അരിത്തമെറ്റിക് സീക്വൻസ്. ഈ സീക്വൻസിലുള്ള എല്ലാ ഹോൾ നമ്പേഴ്സും എഴുതാം. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ആൾജിബ്രായിക്ക് ഫോം കാണുന്നു. ഈ സീക്വൻസിൻ്റെ ആൾജിബ്രായിക്ക് ഫോം കാണും. ഓക്കെ, 11/8, 14/8, 17/8 etc. അപ്പോൾ ഫസ്റ്റ് ടേം ഈസ് 11/8. ദെൻ കോമൺ ഡിഫറൻസ് ഡി ഈസ് വാട്ട്? 14/8 minus 11/8. 14/8 minus 11/8 ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ഈസി ടു ഫൈൻഡ്. ഓക്കെ, ഡിഫറൻസ് വി ഹാഡ് ഡിസ്കസ്ഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. 14 minus 11 is equal to what? 3 ആണ്. ഡിനോമിനേറ്റർ 8. അപ്പോൾ 3/8. So common difference is 3/8 and the first term is 11/8. Then xn, that is nth term, is equal to dn plus f minus d. 3/8 into n plus f is 11/8 minus d is 3/8. Here also denominators are same, so we can simplify easily. 11 minus 3 is equal to 8. So 8/8 we get. Okay, 8/8 is what? 1. So 3/8 n plus 1 എന്ന് കിട്ടും. അതാണ് ആൾജിബ്രായിക്ക് ഫോം. അപ്പോൾ ഇനി ഇതിലുള്ള ഹോൾ നമ്പേഴ്സ് കണ്ടെത്താണ് പറഞ്ഞിരിക്കുന്നത്. ഈ സീക്വൻസിൽ ഹോൾ നമ്പേഴ്സ് നമ്മളിവിടെ 1 കൊടുത്താൽ എന്ത് സംഭവിക്കും? 3/8 plus 1 എന്ന് കിട്ടും. 3/8 plus 1 അതാണെന്ത്? 11/8. ഇങ്ങനെയാണ് 3/8 plus 1 11/8 ആവുന്നത് പറയാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന nth ടേം ഏതാണ്? 3/8 n plus 1. അപ്പോൾ നമ്മൾ n-ന് 1 കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടും. ഓക്കെ, x1 is equal to 3/8 into 1 plus 1. അപ്പോൾ 3/8 into 1 means 3/8 plus 1. ഇവിടെ 1 കൊടുത്തപ്പോഴാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടേം ആണ്. ഓക്കെ, ഫസ്റ്റ് ടേം എത്രയാണെന്ന് നമുക്കറിയാം. 11/8 ആണ് ഫസ്റ്റ് ടേം. 11/8. ഈ 11/8 കിട്ടുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യുക? ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 8 into 1 8 plus 3. ഓക്കെ, അപ്പോൾ ഈ ന്യൂമറേറ്റർ ആദ്യം എഴുതി വെക്കുന്നു 3, പിന്നെ പ്ലസ് എഴുതുന്നു. 8 into 1 8. അപ്പോൾ ഹോൾ ഡിവൈഡ് ബൈ ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഡിനോമിനേറ്റർ ഈസ് നൗ ദ കോമൺ ഡിനോമിനേറ്റർ. ഓക്കെ, of both the terms. So we can write like this. So 3 plus 8 is equal to 11. 11/8. അപ്പോൾ എന്ത് കിട്ടി? ഫസ്റ്റ് ടേം ഈസ് 11/8 എന്ന് കിട്ടി. അതാണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് ടേം ഈസ് 11/8. അങ്ങനെ സെക്കൻഡ് ടേം കാണുമ്പോൾ 14/8, അടുത്തത് 17/8 ഇങ്ങനെ കാണും. അങ്ങനെ കുറേ എഴുതി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു ഹോൾ നമ്പർ കിട്ടും.
അത് കഴിഞ്ഞാൽ അടുത്ത കുറേ എഴുതുമ്പോൾ ഫ്രാക്ഷൻസ് കിട്ടും. അത് കഴിഞ്ഞ് കുറേ അങ്ങോട്ട് ചെന്നാൽ അടുത്ത ഹോൾ നമ്പർ കിട്ടും. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ടേംസും എഴുതി ഫസ്റ്റ് ഹോൾ നമ്പർ സെക്കൻഡ് ഹോൾ നമ്പർ എന്നുള്ളത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഈസി ടാസ്ക്. ഓക്കെ, ഇറ്റ് വിൽ ടേക്ക് ടൈം ആൻഡ് യു വിൽ ഹാവ് ടു വർക്ക് ഹാർഡ്. യു വിൽ ഹാവ് ടു ഡു so much time you will have to write. അപ്പോൾ എന്താ ചെയ്യുക, ഇതിൻ്റെ പ്രത്യേകത നോക്കാം. ഇവിടെ 3/8n, അപ്പോൾ ഡിനോമിനേറ്റർ 8 ആകുമ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ n-ന് കൊടുക്കേണ്ട നമ്പേഴ്സ് എപ്പോഴും ഈ 8-ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. അവിടെ ഡിനോമിനേറ്റർ 4 ആണ് വരുന്നതെങ്കിൽ 4-ൻ്റെ മൾട്ടിപ്പിൾസ് കൊടുക്കുക, 6 ആണ് വരുന്നതെങ്കിൽ n-ന് പകരം 6-ൻ്റെ മൾട്ടിപ്പിൾസ് കൊടുക്കുക. സോ യു ക്യാൻ സിംപ്ലിഫൈ ദിസ് part very easily and you will get the whole number. Okay, for example നോക്കുക, ഇപ്പോൾ 3/8n + 1. അപ്പോൾ ഫസ്റ്റ് ഹോൾ നമ്പർ എന്താണെന്ന് കണ്ടെത്താൻ എന്ത് ചെയ്യുക, ഈ n-ന് പകരം നമ്മൾ 8 കൊടുക്കുക. 8 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 8-ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 8, 16, 24 etc. ഇതാണ് 8-ൻ്റെ മൾട്ടിപ്പിൾസ്. ഓക്കെ, അത് കൊടുക്കുക. അപ്പോൾ 3/8 × 8 + 1. അപ്പോൾ ഈ 8ഉം 8ഉം കട്ട് ചെയ്യാം, യു ക്യാൻ ക്യാൻസൽ ചെയ്യാം and we will get 3 here. 3 + 1 is equal to 4. അപ്പോൾ ഫസ്റ്റ് ഹോൾ നമ്പർ ഏതാണ്? 4 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, 3/8 × n-ന് പകരം 16 കൊടുക്കുക. 16 + 1. അപ്പോൾ 16/8 is equal to 2. 2 × 3 is 6. 6 + 1 is 7. അപ്പോൾ സെക്കൻഡ് ഹോൾ നമ്പർ is 7. അതേപോലെ നെക്സ്റ്റ് ഹോൾ നമ്പർ 3/8 × 8-ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ ഏതാണ്? 24 ആണ്. ആ 24 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 24. അപ്പോൾ 24/8 is equal to 3. 3 × 3 is equal to 9. 9 + 1 is there. ഓക്കെ, അപ്പോൾ 3 ആയി മാറും, 10 ആയി മാറും, 10. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന നമ്പേഴ്സ് നോക്കുക, 4, 7, 10. ഓക്കെ, 4, 7, 10 etc. ഓക്കെ, അതാണ്. സോ വെൻ n is a multiple of 8, n 8-ൻ്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ we get whole numbers. So first whole number is 4, second one is 7, third one is 10 etc. Like this will get, and from here we can understand that it is a sequence of common difference. Okay, therefore it is an arithmetic sequence. 7 - 4 is equal to 3, 10 - 7 is equal to 3. So 3 is the common difference. So we can write the next term. Next term will be, or next whole number will be 13. Next one will be 16. Like that we can continuously write so many whole numbers. Okay, so whole numbers എഴുതാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2-3 whole numbers എഴുതുന്നു. After that we put dots, 3 dots to show that it continues. Okay, now we got the arithmetic sequence 4, 7, 10. It is an arithmetic sequence where t is equal to 3. അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? പ്രൂവ് ചെയ്തു. എന്താ പ്രൂവ് ചെയ്തത്? It is an arithmetic sequence when d is equal to 3. അപ്പോൾ ഹോൾ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എഴുതാൻ പറഞ്ഞപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? nth ടേം കണ്ടു. nth ടേം കണ്ടപ്പോൾ ഡിനോമിനേറ്ററിൽ t 8 ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ n-ന് പകരം 8-ൻ്റെ മൾട്ടിപ്പിൾസ് കൊടുത്താൽ ഹോൾ നമ്പേഴ്സ് കിട്ടുമെന്ന് മനസ്സിലായി. അങ്ങനെ 1-2 ഹോൾ നമ്പേഴ്സ് നമ്മൾ കണ്ടെത്തി, അല്ലെങ്കിൽ 3 ഹോൾ നമ്പേഴ്സ് കണ്ടെത്തി. അത് 3 ആണത്. പിന്നെ നമ്മൾ 2-3 ഡോട്ട് ഇടുന്നു. ദാറ്റ് മീൻസ് ഇറ്റ് കണ്ടിന്യൂസ്. പിന്നെ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? There is a common difference. That common difference is 3. Okay, common difference is 3. Therefore, this sequence is an arithmetic sequence. Okay, അപ്പോൾ ആ എക്സസൈസിലുള്ള കാര്യങ്ങൾ അവിടെ അവസാനിക്കാം. നമ്മൾ അടുത്ത എക്സസൈസിലേക്ക് പോകുന്നു. അതിന് മുമ്പേ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആലോചിക്കുക, ഓർമ്മിക്കുക. അപ്പോൾ ഡിനോമിനേറ്റർ 6 ആണെങ്കിൽ in place of n we want to substitute multiples of 6. If it is 5, here we want to give the values which are multiples of 5. Like that we want to do. So we'll go to the next section. Next session is sums and terms. Sums and terms എന്ന് പറയുന്ന സെഷനാണ്. ആ സെഷനിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. That is in page number 28. Okay, page number 28 7 questions ഉണ്ട്. ആ 7 questions ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കുക, what is the first question? Write 3 arithmetic sequences with 30 as the sum of the first
5 terms. Okay. ആദ്യത്തെ 5 ടേംസിൻ്റെ സം എത്രയായി മാറണം? 30 ആയി മാറണം. അങ്ങനെയുള്ള 3 അരിത്തമെറ്റിക് സീക്വൻസസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വി വാണ്ട് ടു റൈറ്റ് 3 അരിത്തമെറ്റിക് സീക്വൻസസ്. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദാറ്റ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് ദാറ്റ് the sum of the 5 terms of the first 5 terms of the arithmetic sequence must be 30. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഈ സമ്മും മിഡിൽ ടേം ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ 5 ടേംസിൻ്റെ സമ്മിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിഡിൽ ടേം കിട്ടും. 5 ടേംസിൽ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ x3 ആണ്, തേർഡ് ടേമാണ്. ഓക്കെ, ആ ആശയമൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ സം ഓഫ് 5 ടേംസ് ഈസ് 30. ദർഫോർ മിഡിൽ ടേം x1, x2, x3, x4, x5, അതിൽ മിഡിൽ ടേം എന്ന് പറയുന്നത് ഏതാണ്? x3 ആണ്. ഓക്കെ, സോ s3 വി ഗെറ്റ് ബൈ ഡിവൈഡിങ് ദിസ് സം 30 by 5. ഓക്കെ, 30 by 5 is equal to 6. അപ്പോൾ നമുക്ക് മിഡിൽ ടേം എത്ര കിട്ടി? 6 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇനി നമ്മൾ എഴുതാൻ പോകുന്ന 3 അരിത്തമെറ്റിക് സീക്വൻസ്, 3 എഴുതാൻ പറഞ്ഞത്. ആ 3 അരിത്തമെറ്റിക് സീക്വൻസിലും ആദ്യത്തെ 5 ടേംസിൻ്റെ സം എത്രയായി മാറണം? 30 ആയി മാറണം എന്നുള്ളത്. അപ്പോൾ 5 ടേംസിൻ്റെ സം 30 ആയതുകൊണ്ട് മിഡിൽ ടേം എത്രയാണ്? 6 ആണ്. അപ്പോൾ ഇനി നമ്മൾ എത്ര എക്സാമ്പിൾസ് എഴുതിയാലും നമ്മളോട് ആവശ്യപ്പെട്ടത് വി വാണ്ട് ടു റൈറ്റ് 3 അരിത്തമെറ്റിക് സീക്വൻസസ്. ഇഫ് യു റൈറ്റ് 3 or 5 or 8, വാട്ട് എവർ നമ്പർ ഇറ്റ് മേ, ഓക്കെ, ദ മിഡിൽ ടേം വിൽ ബി ഓൾവേസ് 6. അതാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. മിഡിൽ ടേം എപ്പോഴും എന്തായിരിക്കും? 6. അപ്പോൾ ഞാൻ 3 എക്സാമ്പിൾസ് എഴുതിയതിൽ 3 എന്താണ്? മിഡിൽ ടേം ഈസ് മിഡിൽ ടേം ഈസ് 6. ഓക്കെ, മിഡിൽ ടേം 6 ആണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഇങ്ങോട്ട് 2 ടേം, ഇങ്ങോട്ട് 2 ടേം എഴുതണം. അപ്പോൾ ഇങ്ങോട്ട് എഴുതണമെങ്കിലും എന്ത് വേണം? കോമൺ ഡിഫറൻസ് വേണം. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണെന്നൊന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. സോ വി ക്യാൻ ഡിസൈഡ് വാട്ട് ഷുഡ് ബി ദ കോമൺ ഡിഫറൻസ് ഇൻ ഈച്ച് കേസ്. ഓരോ സന്ദർഭത്തിലും കോമൺ ഡിഫറൻസ് എത്ര വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ കുറേ 50 കുട്ടികളുണ്ടെങ്കിൽ 50 പേർക്കും എന്ത് ചെയ്യാം? ഈ 3 സീക്വൻസ് ഡിഫറെൻറ്റ് രീതിയിൽ എഴുതാം. ഒരാൾ എഴുതുന്ന അതേ 3 സീക്വൻസ് തന്നെ മറ്റൊരാൾ എഴുതണമെന്നില്ല. മറ്റേക്ക് വേറെ സീക്വൻസ് എഴുതാം. ആസ് പെർ ദ കോമൺ ഡിഫറൻസ് യു ചൂസ്. ഓക്കെ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോമൺ ഡിഫറൻസിനനുസരിച്ച് സീക്വൻസ് എന്ത് ചെയ്യും? മാറും. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? ഇഫ് d is equal to 2, ഞാൻ ആദ്യം തന്നെ D2 എന്ന് സെലക്ട് ചെയ്തുകൊണ്ടാണ് 5 ടേംസ് എഴുതുന്നത്. അപ്പോൾ മിഡിൽ ടേം 6 ആയതുകൊണ്ട് 6 + 2 8 + 2 10, 6 - 2 4 - 2 2. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 5 ടേംസ് കിട്ടി. ഈ 5 ടേംസിൻ്റെ സം എന്താണ്? 30 ആണ്. 2 + 4 6, 6 + 6 12 + 8 20 + 10 30. അപ്പോൾ സം എത്രയായി? 30 ആയി മാറി. ഇനി അടുത്തതിലും മിഡിൽ ടേം 6 തന്നെ, അതാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. പിന്നെ കോമൺ ഡിഫറൻസ് ഡിസൈഡ് ചെയ്യുന്നു. അപ്പോൾ കോമൺ ഡിഫറൻസ് ഈസ് 3 എന്ന് ഞാൻ എടുത്തു. അപ്പോൾ 6 + 3 9 + 3 12, 6 - 3 3, 3 - 3 0. അപ്പോൾ 0 3 6 9 12. ഇത് 5 കൂടെ നിങ്ങൾ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ സം ഈസ് വാട്ട്? 30. ഓക്കെ, അഗെയിൻ തേർഡ് വൺ, മിഡിൽ ടേം ഈസ് ടേക്കൺ ടു ബി 6 ആൻഡ് കോമൺ ഡിഫറൻസ് ഈസ് ടേക്കൺ ടു ബി 5. ഓക്കെ, അപ്പോൾ 6 + 5 11 + 5 16, 6 - 5 1 - 5 ഈസ് -4. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾസിന് പുറമെ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് വേറെ ഏതെങ്കിലുമൊക്കെ 10 15 23 100 ഒക്കെ എടുത്തുകൊണ്ട് യു ക്യാൻ ട്രൈ. ഓക്കെ, ഇൻ ഓൾ ദീസ് സീക്വൻസസ് യു റൈറ്റ്. ഇഫ് യു ഡു ഇൻ ദിസ് വേ യു വിൽ ഗെറ്റ് ദ സം ഓഫ് ഐറ്റംസ് ഈസ് 30. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? The first term of an arithmetic sequence is 1 and the sum of the first 4 terms is 100. Find the first 4 terms. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം 1 ആണ്. ഓക്കെ, സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ് 100. ഫസ്റ്റ് 4 ടേംസിൻ്റെ സമ്മ് കണ്ടാൽ 100 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഫസ്റ്റ് 4 ടേംസ്. അങ്ങനെയാണെങ്കിൽ ആ ഫസ്റ്റ് 4 ടേംസും ഏതൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം 1 ആണ്. 4 ടേംസിൻ്റെ സമ്മ് 100 ആണ്. ദെൻ വി വാണ്ട് ടു റൈറ്റ് 4 ടേംസ്. അപ്പോൾ ഫസ്റ്റ് ടേമിനെ നമ്മൾ x1 എന്ന് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, f കൊണ്ട് ഡിനോട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ ഞാൻ x1 എന്ന് എടുക്കുന്നു. സോ x1 ഈസ് ഈക്വൽ ടു 1. പിന്നെ സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഈസ് 100.
So for you to understand easily, I have written like this: x1 plus x2 plus x3 plus x4 is equal to 100. അങ്ങനെയാണെങ്കിൽ ഈ x1 100ൽ നിന്ന് കുറച്ചാൽ പിന്നെ കിട്ടുന്നത്, അല്ലെങ്കിൽ x1നെ നമ്മൾ ഒഴിവാക്കിയാൽ മീൻസ് x1 മൈനസ് ചെയ്യുക കേട്ടോ. അങ്ങനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയാവുന്ന എത്രയാണ്? ഇത്രയും ഭാഗമായിരിക്കും, x2 plus x3 plus x4, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 100 മൈനസ് 1. ഈ 1 എവിടെ നിന്ന് വന്നു? 100 മൈനസ് x1 ആണ്. ഓക്കെ, x1 എത്രയാണ്? 1. ആ 1 നമ്മൾ 100ൽ നിന്ന് മൈനസ് ചെയ്തു, അപ്പോൾ എത്ര കിട്ടും? 99 കിട്ടും. ഓക്കെ, അപ്പോൾ x2 പ്ലസ് x3 പ്ലസ് x4 ഈസ് ഈക്വൽ ടു 99, ഈക്വൽ ടു 99. അതായത് 3 ടേംസിൻ്റെ സമ്മ് എത്രയാണ്? 99. ഈ 3 ടേംസിൽ മിഡിൽ ടേം ഏതാണ്? തേർഡ് വൺ. സോ തേർഡ് വൺ ഈസ് 99/3. ഓക്കെ, 3 ടേംസിൻ്റെ സമ്മ് കിട്ടിയാൽ ആ സമ്മിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വിൽ ഗെറ്റ് ദ മിഡിൽ ടേം. സോ x3, the middle term x3 is equal to sum 99 divided by 3, that is equal to 33. അപ്പോൾ നമുക്ക് മിഡിൽ ടേം കിട്ടി. ഇപ്പോൾ നമുക്ക് 2 ടേംസ് അറിയാം. വാട്ട് ഈസ് ഫസ്റ്റ് ടേം എന്നറിയാം, വാട്ട് ഈസ് തേർഡ് ടേം എന്നറിയാം. അപ്പോൾ 2 ടേംസ് അറിയാമെങ്കിൽ ഹൗ ടു ഫൈൻഡ് കോമൺ ഡിഫറൻസ്, ദാറ്റ് വി ഹാവ് സ്റ്റഡീഡ് ഏർലിയർ. ഓക്കെ, കോമൺ ഡിഫറൻസ് d is equal to term difference divided by position difference. So x3 minus x1 divided by 3 minus 1. 3ഉം 1ഉമാണ് പൊസിഷൻസ്. ഓക്കെ, 3 minus 1. What is x3? 33. What is x1? 1. So 33 minus 1 divided by 3 minus 1 is equal to 2. Okay, ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ വിൽ ഗെറ്റ് വാട്ട്? 16. സോ വാട്ട് ഈസ് കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് ഈസ് 16. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ടേം നമുക്ക് അറിയുകയും ചെയ്യാം. ഫസ്റ്റ് ടേം ഈസ് 1 ആൻഡ് വി ആർ ആസ്ക്ഡ് ടു റൈറ്റ് ഫസ്റ്റ് 4 ടേംസ്. ആദ്യത്തെ 4 ടേംസ് എഴുതാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ 4 ടേംസ്, ഫസ്റ്റ് ടേം ഈസ് 1, കോമൺ ഡിഫറൻസ് ഈസ് 16. സോ 1 പ്ലസ് 16 17, പ്ലസ് 16 33, പ്ലസ് 16 49. അപ്പോൾ ഇതാണ് 4 ടേംസ്. ഇനി ഇതിൻ്റെ സമ്മ് 100 ആവില്ലേ നമുക്ക് നോക്കാം. 1 പ്ലസ് 49 ഈസ് 50, 17 plus 33 is 50. So 50 plus 50, 100. So the sum of 4 terms is 100. ഇങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഇനി നോക്കുക, which is the third question. Third question, prove that for any 4 consecutive terms of an arithmetic sequence, the sum of the 2 terms on the 2 ends and the sum of the 2 terms in the middle are the same. Okay, ഏത് arithmetic sequence എടുത്താലും ആ അരിത്തമെറ്റിക് സീക്വൻസിലെ 4 ടേംസ്, ഫസ്റ്റ് 4 ടേംസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഫസ്റ്റ് 4 എന്ന് വേണ്ട, എനി 4 കോൺസിക്യൂട്ടീവ്, ഏതെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള 4 ടേംസ് എടുക്കുക. അപ്പോൾ 4ാമത്തേൽ നിന്ന് തുടങ്ങാം. അപ്പോൾ 4 5 6 7 ആ 4 ടേംസ്. അങ്ങനെ എവിടെയും തുടങ്ങാം. 100ാമത്തെ എടുക്കുക. അപ്പോൾ 100 101 102 103 ഈ പൊസിഷനിലുള്ള 4 ടേംസ്. അങ്ങനെ ഏത് 4 ടേംസ് എടുത്താലും അതിൻ്റെ 2 എൻഡിലും വരുന്ന, തുടക്കത്തിലും അവസാനത്തിലും വരുന്ന 2 ടേംസിൻ്റെ സമ്മും മിഡിൽ വരുന്ന 2 ടേംസിൻ്റെ സമ്മും സെയിം ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഏത് ലോകത്തിലുള്ള ഏത് അരിത്മെറ്റിക് സീക്വൻസ് എടുത്താലും ഇറ്റ് ഈസ് ട്രൂ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു പെർട്ടിക്കുലർ സീക്വൻസ് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, എല്ലാ സീക്വൻസിനും ബാധകമാവുന്ന രീതിയിലാണ് നമ്മൾ ടേംസ് എടുക്കേണ്ടത്. അപ്പോൾ എനി 4 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ആർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ടേം എക്സ് ആണെന്ന് ഇമാജിൻ ചെയ്യാം. ഫസ്റ്റ് എക്സ് ടേം ആണെങ്കിൽ, ഫസ്റ്റ് ടേം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം എന്നല്ല, എനി 4 ടേംസ് എന്ന് പറഞ്ഞതിലെ ആദ്യത്തെ ടേം നമ്മൾ കൺസിഡർ ചെയ്യുന്ന 4 ടേമിലെ ഫസ്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് എന്ന് എടുക്കുന്നു. അപ്പോൾ അതിനോട് ഡി കൂട്ടിയാൽ അടുത്ത കിട്ടും, അതിനോട് വീണ്ടും ഒരു ഡിയും കൂടെ കൂട്ടിയാൽ അടുത്ത കിട്ടും. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് പ്ലസ് ഡി ആണ്, അടുത്തത് എക്സ് പ്ലസ് 2d ആണ്. വീണ്ടും ഡി കൂട്ടുന്നു, അപ്പോൾ എക്സ് പ്ലസ് 3d. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം എക്സ് എന്ന് കിട്ടി, സെക്കൻഡ് ടേം എക്സ് പ്ലസ് ഡി, തേർഡ് ടേം എക്സ് പ്ലസ് 2d, ഫോർത്ത് ടേം എക്സ് പ്ലസ് 3d. ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതാണ്, ഈ ഫസ്റ്റ് വണ്ണും ലാസ്റ്റ് വണ്ണും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ കിട്ടുക അത് തന്നെയാണ് ഈ മിഡിലുള്ള രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടുക എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് വൺ ഈസ് എക്സ് ആൻഡ് ദ ലാസ്റ്റ് വൺ, ഫോർത്ത് വൺ ഈസ് വാട്ട്? എക്സ് പ്ലസ് 3d. അപ്പോൾ എക്സ് പ്ലസ് 3d. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ ഫസ്റ്റ് വണ്ണും ലാസ്റ്റ് വണ്ണും ആഡ് ചെയ്തു. എന്നിട്ട് എന്താ കിട്ടുമെന്ന് നോക്കാം. ഈ ബ്രാക്കറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എക്സ് പ്ലസ് 3 ഉണ്ടാവും. അപ്പോൾ എക്സും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 2x, പിന്നെ ഒരു 3d ഉണ്ടാവും. അപ്പോൾ 2x പ്ലസ് 3d. അപ്പോൾ എന്ത് മനസ്സിലായി? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നത്,
ഫസ്റ്റ് ടേമിൻ്റെ ഡബിൾ പ്ലസ് എന്താണ് 3 കോമൺ ഡിഫറൻസിൻ്റെ 3 ടൈംസും കൂടെ ആണ് കിട്ടുക എന്ന് മനസ്സിലായി. ഇനി മിഡിൽ ടേംസ് രണ്ടും കൂടെ ആഡ് ചെയ്താലും അത് തന്നെയാണോ കിട്ടുക എന്ന് നോക്കിയാൽ മതി. അപ്പോൾ മിഡിൽ ടേം ഈസ് വാട്ട്? മിഡിൽ ടേംസ് ആർ എക്സ് പ്ലസ് ഡി ആൻഡ് എക്സ് പ്ലസ് 2d. നടുവിലുള്ള രണ്ട് ടേംസ് എക്സ് പ്ലസ് ഡിയും എക്സ് പ്ലസ് 2d ആണ്. സോ എക്സ് പ്ലസ് ഡി പ്ലസ് എക്സ് പ്ലസ് 2d ഈസ് ഈക്വൽ ടു, ഇവിടെ ബ്രാക്കറ്റ് ഒഴിവാക്കി കളഞ്ഞാൽ എക്സ് പ്ലസ് ഡി പ്ലസ് എക്സ് പ്ലസ് 2d എന്ന് കിട്ടും. ഓക്കെ, ഈ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ഒന്നാമത്തത് ഈ ഫസ്റ്റ് വൺ ഈസ് സെക്കൻഡ് ടേം ആൻഡ് ദിസ് വൺ ഈസ് തേർഡ് ടേം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ബ്രാക്കറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വാട്ട്? എക്സ് പ്ലസ് എക്സ് ദാറ്റ് ഈസ് 2x. ഓക്കെ, ഡി പ്ലസ് 2d ദാറ്റ്സ് ഈക്വൽ ടു 3d. അപ്പോൾ എന്ത് കിട്ടി? 2x പ്ലസ് 3d എന്ന് കിട്ടി. അപ്പോൾ ഇത് രണ്ടും 2x പ്ലസ് 3d ആയതുകൊണ്ട് വി ക്യാൻ സേ വാട്ട്? ദ സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ സെക്കൻഡ് ആൻഡ് തേർഡ് for any arithmetic sequence, for any 4 terms of any arithmetic sequence. ഏത് അരിത്തമെറ്റിക് സീക്വൻസ് എടുത്താലും അതിൽ എവിടെയെങ്കിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള 4 ടേംസ് എടുത്താലും ആ കണ്ടിന്യൂസ് 4 ടേംസിൻ്റെ ഫസ്റ്റും ലാസ്റ്റും, അതായത് ഫസ്റ്റ് വണ്ണും ഫോർത്ത് വണ്ണും ആഡ് ചെയ്താൽ കിട്ടുന്ന സമ്മ് തന്നെയായിരിക്കും സെക്കൻഡും തേർഡും ആഡ് ചെയ്താലും കിട്ടുക എന്നാണ്. സോ വി റൈറ്റ് ഹിയർ x1 പ്ലസ് x4 ഈസ് ഈക്വൽ ടു x2 പ്ലസ് x3. ഫസ്റ്റ് വണ്ണും ഫോർത്ത് വണ്ണും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും? സെക്കൻഡ് വണ്ണും തേർഡ് വണ്ണും ആഡ് ചെയ്ത് അതേ സമ്മ് തന്നെ കിട്ടും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ x1 x4 എന്നൊക്കെ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ആ സീക്വൻസിൻ്റെ ഫസ്റ്റ് നമ്പർ എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ കണ്ടിന്യൂസ് 4 ടേംസിൽ ഫസ്റ്റ് വൺ പ്ലസ് ഫോർത്ത് വൺ. ഓക്കെ, ദിസ് ഈസ് ദ സെക്കൻഡ് വൺ ആൻഡ് തേർഡ് വൺ. ഓക്കെ, നമുക്കൊരു ചെറിയ എക്സാമ്പിൾ നോക്കാം, അത് ശരിയാവുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു സീക്വൻസ് എഴുതുന്നു. എന്താണ് സീക്വൻസ്? 3 8 13 18 23 28 33 38 എക്സെട്ര. സീക്വൻസ് ഇങ്ങനെ പോകാം. നമ്മൾ ഈ 4 ടേംസ് എടുക്കുക, ഫസ്റ്റ് 4 ടേംസ്. അപ്പോൾ ഫസ്റ്റും ഫോർത്തും ആഡ് ചെയ്താൽ കിട്ടുന്നതും ഇത് രണ്ടും. ഇത് നമ്മൾ നേരത്തെ മുമ്പ് ക്ലാസ് പറഞ്ഞ സമയത്ത് ചെയ്തതാണത്. ഓക്കെ, പക്ഷേ ഇപ്പം നമ്മൾ ഒരു ജനറലായിട്ട് അതിനെ പ്രൂവ് ചെയ്തതാണ്. ജനറലായിട്ട് പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള എക്സാമ്പിൾ എടുക്കാൻ പറ്റില്ല. കോമൺ ആയിട്ട് 4 ടേംസിനെ റെപ്രസെൻറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഒന്നിനെ എക്സ് എന്നും, അടുത്തതിന് എക്സ് പ്ലസ് ഡി എന്നും, അടുത്തതിന് എക്സ് പ്ലസ് 2d എന്നും, ലാസ്റ്റ് വണ്ണിന് എക്സ് പ്ലസ് 3 എന്നും എക്സ് പ്ലസ് 3d എന്നും എടുക്കാൻ കാരണം. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെയുള്ള 4 ടേംസിൽ നമ്മൾ എടുത്താലും അങ്ങനെ തന്നെയാണ് കിട്ടുക. 23 പ്ലസ് 38 ദാറ്റ്സ് ഈക്വൽ ടു 61. ഓക്കെ, ദെൻ 28 പ്ലസ് 33 ദാറ്റ്സ് ഓൾസോ ഈസ് വാട്ട്? 61 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഈ എക്സസൈസിൽ തന്നെ 4 5 6 7 ഒരു 4 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. ആ 4 ക്വസ്റ്റ്യൻസിന് പിന്നെ താഴെയായിട്ട് കുറേ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, കുറേ എണ്ണം ചെയ്യാനുണ്ട്. സോ ദാറ്റ് വി ക്യാൻ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.